أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കേൾക്കുന്ന ഒരു വാചകമാണ്. ഒരു വിശ്വാസി ദുനിയാവിൽ റബ്ബിനെ ഭയന്നും അള്ളാഹുവിനെ സൂക്ഷിച്ചുമാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് പരലോകത്ത് അള്ളാഹു വിശാലമായ റബ്ബിന്റെ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. തഖ്വയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അനുഗ്രഹപൂർണമായ സ്വർഗങ്ങളുണ്ട്. ഖുർആനിൽ ഏകദേശം ഒരു 10 തവണയെങ്കിലും ഇതിൻ്റെ വിവിധ രൂപങ്ങൾ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ നഈം. തഖ്വയുള്ളവർ അവർ സ്വർഗത്തിലും അതിൻ്റെ അരുവികളിലുമാണ്. തഖ്വയുള്ളവർ സ്വർഗത്തിലും അതിൻ്റെ അനുഗ്രഹങ്ങളിലുമാണ്. ഒരുപാട് സ്ഥലത്ത് പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. പൊതുവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ തഖ്വയെ ആഗ്രഹിക്കാറുണ്ട്. ഇങ്ങനെ പോയാൽ പോരല്ലോ, പടച്ചവനൊരു മാറ്റം വേണ്ടേ, ചിലതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുകയും ചിലതൊക്കെ ഒന്ന് തുടങ്ങുകയും വേണം, ആരാധനകൾ ഒന്നുകൂടി ചിട്ടപ്പെടുത്തണം, ചില കാര്യങ്ങൾ നിർബന്ധമായും ഉപേക്ഷിക്കണം, കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കണം. ഒരു മുസ്ലിമാണോ ഈ ചിന്ത ജീവിതത്തിൽ ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല. എല്ലാവിധ തിന്മകളിലും മതിമറന്ന് ആറാടി ജീവിക്കുമ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പടച്ചോനെ എങ്ങനെ ഒന്ന് നന്നാവുക എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? ചിലപ്പോൾ അതൊരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ അത് മറ്റെന്തെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കും. വളരെ അടുത്ത ഒരു മരണം നടക്കുമ്പോൾ, പെട്ടെന്ന് സംഭവിച്ച ഒരു മരണത്തിന് സാക്ഷിയാകുമ്പോൾ, കുടുംബത്തിൽ വളരെ അടുത്ത ഒരാൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ ആ ചിന്ത വരും. ഞാൻ പറയുന്നത്, തഖ്വ എന്നത് എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുക? പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യനെ എങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിൽ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ബോധമുണ്ട്. എന്താ ബോധം എന്നറിയോ? എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്നുള്ള ചിന്തയാണ്. അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. മുറാഖബത്തുല്ലാ എന്ന് പറയും. ഞാൻ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ്, ഞാൻ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ്. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട്
വേറെ ചില റിവായത്തുകളിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും അള്ളാഹനെ നീ സൂക്ഷിക്കണം. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് യാത്ര പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം നൽകിയത് എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. എന്താ പറയുന്നത്? നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. പടച്ചു നമ്മളെ കാണുന്നുണ്ട് അല്ലേ? വഹുവ മഅകും ഐനമാ കുൻതും. ഖുർആനിന്റെ വല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹ് നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ല, അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു അർശിലാണ്. 7 വാനങ്ങൾക്കപ്പുറം റബ്ബിന്റെ അർശിലാണ് അള്ളാഹു ഉള്ളത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരുടെ കൂടെയുണ്ട്? നഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ്? റബ്ബിന്റെ അറിവ് കൊണ്ടും കാരുണ്യം കൊണ്ടും മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മോടേറെ അടുത്തവനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ വേറൊരു ഇടയാളൻ നമുക്ക് ആവശ്യമില്ല. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ഒരുപാട് കുറ്റം ചെയ്ത ആളാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അർഹനല്ല. ഇടയിലൊരു പ്രവാചകൻ വേണം, ഇടയിലൊരു വലിയ വേണം, ഒരു മഹാത്മാവ് വേണം. അത് ഖുർആനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. അള്ളാഹ് കാരുണ്യം കൊണ്ട് നമ്മോട് ഏറ്റവും അടുത്തവൻ അല്ലാഹുവാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ അതുപോലെ അല്ലാഹുവിന്റെ അറിവ് കൊണ്ടും അവൻ നമ്മോട് ഏറ്റവും അടുത്തവനാണ്. ഖുർആൻ എത്ര സ്ഥലത്താണ് അത് പറഞ്ഞത്? അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ. ഓരോ സ്ത്രീയും അവളുടെ ഗർഭത്തിലുള്ളത് അല്ലാഹു അറിയുന്നു. വമാ തഖീലുൽ അർഹാം വമാ തസ്ദാദു വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഗർഭപാത്രങ്ങളിൽ ഉള്ളത് നഷ്ടപ്പെട്ടു പോകുന്നതും അല്ലാഹു അറിയുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. വമാ യുഅമ്മറു മിൻ മുഅമ്മറിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ബിഇൽമി. ഒരു മനുഷ്യൻ ആയുസ് കൂടുന്നതും കുറയുന്നതും അല്ലാഹുവിന്റെ അറിവിലുണ്ട്. വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ഫി കിതാബ്. ഒരു സ്ത്രീ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. റബ്ബറിയാതെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ആലിമുൽ ഗൈബി വശഹാദ അൽ കബീറുൽ മുഅ്താൽ. അല്ലാഹു ഉന്നതനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു ആലിമാണ്, അറിവുള്ളവനാണ്. എന്തിനെക്കുറിച്ച്? അൽ ഗൈബ് വശഹാദ. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യങ്ങളെ റബ്ബ് അറിയുന്നു. നമ്മൾ കാണാത്തത് അല്ലാഹു കാണുന്നു, നമ്മൾ അറിയാത്തത് അല്ലാഹു അറിയുന്നു. ആരുടെയും ശ്രദ്ധയിൽ വരാത്തതും അല്ലാഹുവിന്റെ അറിവിലുള്ളതാണ്. വശഹാദ, പ്രത്യക്ഷമായത് എല്ലാവരും കാണുന്നതും ആരും കാണാത്തതും അല്ലാഹുവിന്റെ അറിവിലുണ്ട്. സവാഅം മിൻകും മൻ നസറൽ ഖൗൽ. നിങ്ങൾ എത്ര രഹസ്യമായി സംസാരിച്ചാലും, വമൻ ജഹറ ബിഹി, നിങ്ങൾ എത്ര പരസ്യമായി സംസാരിച്ചാലും, വമൻ ഹുവ മുസ്തഖഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നതും പകലിൽ തെളിഞ്ഞിരിക്കുന്നതും അല്ലാഹുവിന്റെ അറിവിലുണ്ട്. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കും ഇതാരും അറിയുന്നില്ലെന്ന്. നമ്മൾ കരുതും ഇത് ഞാൻ ഒറ്റക്കാണ് മാത്രമാണ് അറിയുന്നതെന്ന്. അല്ലേ? ഞാൻ എവിടെയായിരുന്നാലും റബ്ബിന്റെ അറിവിന്റെ വലയത്തെ ഭേദിച്ചു പുറത്തു കടക്കാൻ നമുക്കാർക്കും കഴിയില്ല. ഒരു തഖ്വയുടെ മർമ്മം അതാണ്. ഒരു മനുഷ്യൻ മുത്തഖിയാകാനുള്ള അടിസ്ഥാന വിശ്വാസം അതാണ്. എത്ര സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചത്? ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ. ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ അല്ലാഹുവിനെ അറിയാത്ത, അല്ലാഹുവിന് മറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ യാതൊന്നും തന്നെ ഇല്ല. വീണ്ടും ഖുർആൻ പറയുന്നു, യഅലമു ഖായിനത്തൽ അയ്യുൻ. കണ്ണുകളുടെ കട്ടുനോട്ടം അവൻ അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചത്, കൂട്ടുകാരോട് പോലും പങ്കുവെക്കാത്തത്, ഇണയോട് പോലും പറയാത്തത്, ഏറ്റവും അടുത്ത മിത്രത്തോട് പോലും സംസാരിക്കാത്തത്, ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ആർക്കറിയാം? അല്ലാഹുവിനറിയാം. റബ്ബിന്റെ പരിജ്ഞാനത്തിൽ അതെല്ലാം ഉണ്ട്.
അതെല്ലാം അള്ളാഹുവിന്റെ അറിവിലുണ്ട്. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖയായും സൂക്ഷിക്കുന്നു. അള്ളാഹു അറിയുമെങ്കിൽ അള്ളാഹു കാണുന്നു എന്നത് മാത്രമല്ല, അള്ളാഹു അറിയുന്നു എന്നത് മാത്രമല്ല, അള്ളാഹു കേൾക്കുന്നു എന്നത് മാത്രമല്ല, ആ അറിവെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു. അതിന് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകൾ അത് ഭംഗിയായി വൃത്തിയായി വീഴ്ച വരുത്താതെ അവരത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് സൂറത്ത് ഖാഫിലെ 18-ാമത്തെ ആയത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഒരു മനുഷ്യൻ ഒരു വാക്കുച്ചരിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു വാചകം പറഞ്ഞാൽ, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് എഴുതാൻ സജ്ജരായിരിക്കുന്ന ആളുകൾ അവന്റെ കൂടെയുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ചില സംരക്ഷകരുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ അല്ലാഹുവിന്റെ എഴുത്തുകാർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവരറിയുന്നു, എല്ലാം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ കർമ്മരേഖ, സ്വഹീഫത്തുൽ അമാൽ എന്നൊക്കെ പറയാറുള്ളത്. എല്ലാ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം അല്ലാഹു അറിയുന്നു, ഈ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. സൂറത്തു സുഖ്റഫ് 80-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും നമ്മളത് ഓർമ്മപ്പെടുത്തുകയാണ്. അംയഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ സ്വകാര്യതകൾ. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓർക്കണം. എന്താ? യഅലമു സിർറഹും, അവരുടെ സ്വകാര്യതകൾ, അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ ആരും അറിയില്ല നമ്മൾ വിചാരിക്കുന്നത്, ഒരാളും കാണുന്നില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് പലതും നമ്മളിൽ പലരും ചെയ്യുന്നത്. അല്ലാഹു പറയാണ്, അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും നാം കേൾക്കുന്നില്ലെന്ന്? ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ, എന്നാൽ അവരുടെ അടുത്തുള്ള നമ്മുടെ ദൂതന്മാരുണ്ടല്ലോ, അവരത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ രേഖയാണ് പരലോകത്ത് നമുക്ക് അല്ലാഹു നൽകുന്നത്. ആ രേഖയാണ് മനുഷ്യന്റെ കൈകളിൽ ലഭിക്കുന്നത്. ചില ആളുകൾക്ക് വലതു കൈയിൽ കിട്ടും, ചില ആളുകൾക്ക് ഇടതു കൈയിലാണ് അത് ലഭിക്കുക എന്ന് അല്ലാഹു ആവർത്തിച്ചു പറയുന്നത് ആ രേഖയെ സംബന്ധിച്ചാണ്. അപ്പോഴാണ് മനുഷ്യൻ വിലപിച്ചു പറയുന്നത്, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറ വല കബീറ ഇല്ലാ ഹസാഹാ, ചെറുതും വലുതുമായ ഒന്നുപോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. രാത്രിയിൽ ചെയ്തതും പകലിൽ പറഞ്ഞതും ആരുമില്ലാത്തപ്പോൾ സംഭവിച്ചു പോയതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ റബ്ബേ. അല്ലേ? നന്മ ചെയ്ത മനുഷ്യരോ സുഹൃതങ്ങൾ ചെയ്തവരോ ആരുമറിയാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവരോ ഇടതു കൈയറിയാതെ വലതു കൈ കൊണ്ട് ദാനം ചെയ്തവരോ ദിക്റുകൾ സ്വകാര്യമായി ഉരുവിട്ടവരോ ഖുർആൻ ഓതിയവരോ നമസ്കാരം നിലനിർത്തിയവരോ അവർക്ക് കിതാബ് കിട്ടുമ്പോ അവർ സന്തോഷത്തോടെ പറയും ഹാ ഉഖറഉ കിതാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ വിചാരണയെ ഒരു നാൾ നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ. എന്തൊരു സന്തോഷമാണ്, എന്തൊരാവേശമാണ് ആളുകളോട് പറയാൻ. ഇതൊന്ന് വായിച്ചു നോക്കി, എന്തൊക്കെ സുഹൃതങ്ങളാണ്, സ്വാലിഹാത്തുകളാണ്, നന്മകളാണ് ഞാനിതകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. തിന്മ ചെയ്തവനോ നന്മകൾ വിട്ടുപോയവനോ ആരും അറിയാത്ത തിന്മകൾ മലക്കുകൾ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴോ വലം മദ്രി മാ ഹിസാബിയ, എനിക്ക് വിചാരണ അറിയുമായിരുന്നില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടിയെല്ലാം അവസാനിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു കിതാബ് വേണ്ടിയിരുന്നില്ല, വിചാരണ വേണ്ടിയിരുന്നില്ല, സ്വർഗം വേണ്ടിയിരുന്നില്ല, നരകം വേണ്ടിയിരുന്നില്ല. മരണത്തോടുകൂടിയെല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാഅന അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു പ്രയോജനവും ആ അധികാരം കൊണ്ട് ഇവിടെ ഇല്ലല്ലോ. ഈ പരലോകത്ത് ഒരു പ്രയോജനവും ആ സമ്പത്ത് കൊണ്ട് ഇവിടെ ഇല്ലല്ലോ. അല്ലാഹു പറയും ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിച്ച് കെട്ടിയിടൂ. ല്ലേ? സുമ്മൽ ജഹീമ സല്ലു, അവനെ നരകത്തിലിട്ട് കരിച്ചു കളയൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു, 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ അവനെ ബന്ധിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മെ കാണുന്നു, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെടുന്നു. ഈ വിശ്വാസം ദൃഢമായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണ് തെറ്റു ചെയ്യാൻ സാധിക്കുക?
അയാൾക്ക് എങ്ങനെയാണ് തിന്മയിലേക്ക് പോകാൻ സാധിക്കുക? അയാൾ എത്ര സൂക്ഷ്മതയോടുകൂടിയായിരിക്കും ഓരോ വാക്കുകളും ഉച്ചരിക്കുന്നത്? അയാൾ എന്തുമാത്രം ശ്രദ്ധയോടുകൂടിയായിരിക്കും തന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഓരോ കാര്യം ചെയ്യുമ്പോഴും ആവർത്തിച്ച് ചിന്തിക്കും. ഓരോ തെറ്റിലേക്ക് നടന്നെടുക്കുമ്പോഴും ആവർത്തിച്ചവൻ ചിന്തിക്കും, പടച്ചോനെ ഇതെഴുതി വെക്കപ്പെടുന്നുണ്ടല്ലോ, എന്റെ പിതാവ് കാണുന്നുണ്ടെങ്കിലും. കുട്ടികളുണ്ട് ഇവിടെ അല്ലേ? കുട്ടികളുണ്ട് ഇവിടെ. എന്റെ വാപ്പ കാണുന്നില്ലെങ്കിലും, എന്റെ ഉമ്മ അറിയുന്നില്ലെങ്കിലും, നിങ്ങൾ നോക്കി, ഇത് മറന്നുപോകുന്നവനാണ് തഖ്വ നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നത് ജീവിതത്തിൽ മറക്കുമ്പോഴാണ് തഖ്വ നഷ്ടപ്പെടുന്നത്. എന്റെ റബ്ബ് ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നത് മറന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കുന്നത്. അല്ലേ? അവിടെയാണ് അഭിഹിതങ്ങൾ ഉണ്ടാകുന്നത്. വാപ്പ അറിയാത്ത ബന്ധങ്ങൾ, ഭാര്യ അറിയാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇത് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നു എന്നത് മറക്കുമ്പോ, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട് എന്നത് മറന്നുപോകുമ്പോ അവിടെ അഭിഹിതങ്ങൾ ഉണ്ടാകും. അവിടെ അന്യ പുരുഷനുമായി ബന്ധങ്ങൾ സ്ഥാപിക്കും, അന്യ സ്ത്രീയുമായി ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. എന്തെല്ലാം കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. വിവാഹിതരായ പുരുഷന്മാർ അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലാണ് 12 കൊല്ലങ്ങൾക്ക് ശേഷം അരീക്കോട്ടുകാരനായ ഒരു പ്രതിയെ നമ്മുടെ കേരള പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു കാരണം? അയാളുടെ ഭാര്യയും മക്കളും ഇദ്ദേഹം ബൈക്ക് ഓടിച്ചു പോകുമ്പോ പുഴയിലേക്ക് വീണ് മരിച്ചു. എന്തായിരുന്നു? യഥാർത്ഥത്തിൽ മരിച്ചതല്ല, ഇയാൾ ആസൂത്രിതമായി തന്റെ ബൈക്കും ഭാര്യയെയും മക്കളെയും പുഴയിലെറിഞ്ഞു കൊന്നുകളഞ്ഞു. വേറെ ഒരു സ്ത്രീയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ബന്ധത്തിൽ വിവാഹം ചെയ്ത് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി. എന്തൊക്കെ വൃത്തികേടുകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വകാര്യതയിൽ കാണാൻ പാടില്ലാത്തത് കാണുന്നത്, കേൾക്കാൻ പാടില്ലാത്തത് ആരും അറിയാതെ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വകാര്യമായ സാമ്പത്തിക ഇടപാടുകളിൽ ഹറാമ് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇരട്ടമുഖമുള്ളവനായി കാപട്യത്തിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? ആളുകൾക്ക് മുന്നിൽ ഒരു മുഖമാണ്, സമൂഹത്തിന്റെ മുന്നിൽ ഒരു മുഖമാണ്. സ്വകാര്യതയിൽ വൃത്തികേടുകളുടെ കുപ്പത്തൊട്ടിയിൽ എല്ലാവിധ തിന്മകളോടും അലിഞ്ഞു ചേർന്ന് ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു, എന്റെ നാഥൻ എന്നെ നോക്കുന്നു, എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, എന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുന്നു. എന്റെ പരസ്യവും എന്റെ സ്വകാര്യതയും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. അല്ലേ? അള്ളാഹ് ശ്രദ്ധിക്കുന്നു എന്നൊരു മനുഷ്യൻ മനസ്സിലാകുമ്പോ എന്തുമാത്രം വലിയ നന്മയുള്ള ആളുകളായി മാറാൻ ഒരു മനുഷ്യന് കഴിയും. അല്ലേ? നോക്കി, പരലോക ബോധം ഉണ്ടാകുമ്പോഴാണ്. എന്റെ ജീവിതത്തെ എഴുതി വെക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന ചിന്തയുണ്ടാകുമ്പോഴാണ്. എന്നെ എന്റെ റബ്ബ് സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ശരിയാമിതം ഉണ്ടാകുമ്പോഴാണ് സ്വകാര്യതയിലും നന്മയുള്ളവനായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുക. പരസ്യമായി നന്മയെ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിതത്തിന്റെ സ്വകാര്യതകളിലും നന്മയുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് കഴിയുക. യൂസുഫ് നബിയുടെ ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രാജകൊട്ടാരത്തിലെ രാജ്ഞി തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ അല്ലേ എന്താ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞു, വാതിലടച്ച് ആ സ്ത്രീയുടെ കൂടെ ഒപ്പം ഒറ്റക്കായി ഇതാ നീ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിൽ ശരണം, എന്റെ റബ്ബെന്നെ കാക്കട്ടെ എന്ന് പറഞ്ഞ് വൃത്തികേടിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നത് എങ്ങനെയാണ്? എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ്, എന്റെ നാഥൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നിന്നാണ്. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടു പോയി. ആ 3 ആളുകളും രക്ഷപ്പെടാൻ അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. 3-ാമത്തെ ആളെ പ്രാർത്ഥന എന്തായിരുന്നു? എന്റെ ഒരു എന്റെ ഒരു പിതൃ സഹോദരന്റെ പുത്രി ഉണ്ടായിരുന്നു, അവളോട് എനിക്ക് ഇഷ്ടമായിരുന്നു, അവളുടെ ശരീരം ഞാൻ ആഗ്രഹിച്ചു. അല്ലേ? അവൾ എന്നോട് അതിന് സമ്മതിച്ചില്ല, അവൾക്ക് അതിന് സമ്മതമായിരുന്നില്ല. അവസാനം അവൾക്ക് പണം ആവശ്യമായി വന്നു. പണം കൊടുക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു, പക്ഷേ എന്റെ ആവശ്യം നീ നിർവഹിച്ചു തരണം. അവൾ അതിന് സമ്മതിച്ചു. തെറ്റു ചെയ്യാനുള്ള ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കായി ഹദീസിന്റെ വിവിധ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഞങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു എന്ന് വരെ ഹദീസുകളിൽ കാണാം. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ ഒരു വാചകം, ഇത്തഖില്ലാ,
നീ അള്ളാനെ പേടിക്കണട്ടോ, നീ അള്ളാനെ സൂക്ഷിക്കണട്ടോ. തെറ്റു ചെയ്യുന്നതിന്റെ ആ ഭാഗത്ത് റബ്ബേ ഞാൻ എഴുന്നേറ്റ് പോന്നു. നോക്ക്, ഇത്തഖില്ലാ, അള്ളാനെ നീ സൂക്ഷിക്കണം. റബ്ബ് കാണുന്നുണ്ട് എന്ന ഒരു ബോധം ഒരു മനുഷ്യനെ എന്തുമാത്രം വലിയ സ്വാധീനമാണ് അയാളിൽ ഉണ്ടാക്കുക. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കഥ ഇവിടെ കേൾക്കാത്ത ഒരു ചെറിയ കുട്ടി പോലും ഉണ്ടാവില്ല. രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ നടക്കുന്നതിനിടയിൽ പാലിൽ വെള്ളം ചേർക്കാൻ ആവശ്യപ്പെടുന്ന മകളോട് ഉമ്മയോട് മകൾ പറയുന്നത്, ഉമ്മ, ഉമർ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കരുതെന്ന്, കച്ചവടത്തിൽ അന്യായം കാണിക്കരുതെന്ന്. അപ്പോ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ്? മോളെ, എന്താണ് ഈ ഉമർ, ഇന്ന ഉമറ ലാ യറാന, ഉമർ നമ്മളെ കാണുന്നില്ലല്ലോ, ഉമർ നമ്മളെ കാണുന്നില്ലല്ലോ. മകള് പറഞ്ഞ മറുപടി എന്താ? വ ഇൻ കാന ഉമറു ലാ യറാന ഫറബ്ബു ഉമറു യറാന, ഫറബ്ബു ഉമറ യറാന. ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് നമ്മളെ കാണുന്നില്ലേ? ഉമറിന്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നില്ലേ ഉമ്മ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പാലിൽ വെള്ളം ചേർത്ത് കള്ളക്കച്ചവടം നടത്തുക? അല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു ഉമറുള്ളാന്റെ മകനെ കുറിച്ച് പൊതുവിൽ ഉമർ റളിയല്ലാഹുവിലേക്ക് ചേർത്താണ് പറയാറുള്ളത്. മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മൗലയായ നാഫി ആണ് ആ സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ആട്ടിടയന്റെ അടുത്തെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരാടിനെ വിൽക്കുമോ? ഒരാടിന് പൈസ തരാം, ഞങ്ങൾക്കൊരാടിനെ തരുമോ? നിനക്കതിന്റെ വില തരാം, ഞങ്ങൾ അതിനെ ഭക്ഷണമായി ഇവിടുന്ന് ഭക്ഷിക്കും, അതിന്റെ മാംസവും നിനക്ക് തരാം, നിനക്കതിന്റെ വിലയും തരാം, ഞങ്ങൾക്ക് അതിന്റെ മുഴുവൻ മാംസവും ഞങ്ങൾക്ക് ആവശ്യമില്ല, കുറച്ച് ഭക്ഷണവും നിനക്ക് തരാം. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് എന്റെ ആടുകളല്ലോ, എന്റെ യജമാനന്റെ ആടുകളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പരീക്ഷണാർത്ഥമാണ്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിന്റെ യജമാനനോട് നീ പറയാ കലഹദ്ദിഅബ്, അതിനൊരു ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ. ഉടൻ ആ ആട്ടിടയനായ മരുഭൂമിയിൽ ആട് നോക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അയാൾ തിരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അപ്പൊ പിന്നെ അല്ലാഹു എവിടെയാണ്? അല്ലാഹു എവിടെയാണ്? നിന്റെ യജമാനനോട് നിനക്ക് വില തരാം, നിനക്ക് മാംസവും തരാം, നിന്റെ ഒരാടിനെ തരൂ എന്ന് പറയുമ്പോ നിന്റെ യജമാനനോട് നീ ഒരു കളവ് പറയൂ എന്ന് ആവശ്യപ്പെടുമ്പോ അദ്ദേഹം പറയുന്ന വാചകം എന്താ? അപ്പോൾ എന്റെ റബ്ബ് എവിടെയാണ്? സഹോദരങ്ങളെ, ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. എന്റെ വാപ്പ അടുത്തില്ലെങ്കിലും, എന്റെ ഉമ്മ അടുത്തില്ലെങ്കിലും, എന്റെ കൂട്ടുകാരടുത്തില്ലെങ്കിലും, എന്റെ അധ്യാപകർ കാണുന്നില്ലെങ്കിലും, അയൽവാസികൾ അറിയുന്നില്ലെങ്കിലും, എന്റെ ഭാര്യ അറിയുന്നില്ലെങ്കിലും, എന്റെ ഭർത്താവ് കേൾക്കുന്നില്ലെങ്കിലും ആരുണ്ട്? എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബുണ്ട്, അല്ലാഹു ഉണ്ട്. അവൻ എന്നെ കാണുന്നു, അവൻ എന്നെ നിരീക്ഷിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ബോധമാണ് സ്വർഗത്തിന് നമ്മെ യോഗ്യനാക്കുന്നത്. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന്, പുറത്തൊരു ബക്കറ്റ് കാണുമ്പോൾ പരമാവധി അതിനെ പരിഗണിച്ച് കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂൾ ഇവിടെ സ്ഥിരമായി നടന്നു വരുന്നുണ്ട്. റമദാനൊക്കെയായിട്ട് ഇടക്കൊന്ന് നിന്നു പോയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഞായറാഴ്ച മുതൽ രാവിലെ 7 മണിക്ക് പുതിയ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം അതിൽ പങ്കെടുക്കണം. ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാം പഠിക്കാനുള്ള അവസരത്തെ വിനിയോഗിക്കണം. മെയ് 24-ന് ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂളിലെ കഴിഞ്ഞ ഒരു സൂറത്തുൽ ഹജ്ജിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്.
അതിൽ എല്ലാവരും കുടുംബസമേതം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ സൂറത്തുൽ ഹജ്ജ് മാത്രം പഠിക്കാനുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട്. എന്തായാലും വെക്കേഷനാണ്, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ നിർബന്ധമായും നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യിക്കണം. ഈ ഒരു വെക്കേഷൻ കാലം അവർ ഖുർആൻ പഠിക്കട്ടെ, അതിൻ്റെ ആശയം അറിയട്ടെ. ഖുർആൻ വിവരണ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണ ഗ്രന്ഥം വെച്ച് നന്നായി ഒരു 10-20 ദിവസം ശരിക്കും മെനക്കെട്ടാൽ ആ സൂറത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടി നിങ്ങളെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം തഖ്വയുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധം നിലനിർത്തുക എന്നതാണ്. നോക്കൂ, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന് കേട്ടിട്ടുണ്ടോ? 99 പേരുകളെ കുറിച്ച് പ്രത്യേകം നബി എടുത്തു പറഞ്ഞു. 99 പേരുകൾ. അത് പിന്നെ അതിനെ മന്നഹ്സ്വാഹാദ ഖലൽ ജന്ന, അതിനെ ആരെങ്കിലും കരസ്ഥമാക്കിയാൽ അത് കാണാതെ പഠിക്കുക, അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനുള്ള വിശ്വാസം ശരിയാവുക. അതൊക്കെയാണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ. അതിലെ അള്ളാഹുവിൻ്റെ 10 പേരുകൾ, അള്ളാഹുവിൻ്റെ 10 പേരുകൾ. അള്ളാഹിന്റെ പേരിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ ഓരോ നാമവും അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ചില ആളുകൾക്ക് അമീൻ എന്ന് പേരുണ്ടാവും. അമീൻ പേരുള്ള ആൾക്കാർ വിശ്വസ്തരായ ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷേ ചില ആളുകൾ പേര് അമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേരിൽ വിശ്വസ്തരാണ്, പക്ഷെ ജീവിതത്തിൽ വിശ്വാസത ഉണ്ടാവില്ല. ചില ആളുകൾക്ക് സവാദ് എന്ന് പേരിടും. സവാദ് എന്ന വാക്കിന്റെ അർത്ഥം കറുത്തവൻ, പക്ഷെ ആള് വെളുത്തിട്ടായിരിക്കും. ഞാൻ നമ്മുടെ നാട്ടിലൊരു ഇത് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ പേരെങ്ങനെയാണ്? അള്ളാഹുവിന്റെ പേരെന്താണോ അത് അള്ളാഹിന്റെ വിശേഷണമാണ്. അള്ളാഹു റഹ്മാൻ എന്നുള്ളതിന്റെ പേരാണ്, അത് അള്ളാഹിന്റെ വിശേഷണം കൂടിയാണ്. അള്ളാഹു എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ്. 10 റബ്ബിന്റെ 10 നാമങ്ങൾ അള്ളാഹു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്ന അർത്ഥത്തിലുള്ളതാണ്. ഒന്നേതറിയോ? ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു റഖീബ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു റഖീബ്. അള്ളാഹുവിനെ ഖുർആൻ വിശേഷിപ്പിച്ചു ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. റഖീബ് എന്ന് പറഞ്ഞാൽ സദാസമയം ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. നോക്കൂ, റബ്ബിന് റഖീബ് എന്നൊരു പേരിട്ട വെറുതെ അല്ല, റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിനകത്താണുള്ളത്. അള്ളാഹു ഷഹീദാണ്. ഷഹീദ് ഷഹീദ് പറഞ്ഞാൽ സാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ്. അത് രാത്രിയാകാം, പകലാകാം, നാട്ടിലാകാം, പുറത്താകാം, വീട്ടിലാകാം, അങ്ങാടിയിലാകാം, ബെഡ്റൂമിലാകാം, ബാത്റൂമിലാകാം, ക്ലാസ് മുറിയിലാകാം, ഹോസ്റ്റൽ മുറിയിലാകാം. എവിടെയായിരുന്നാലും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. റബ്ബിന്റെ ആ സാക്ഷ്യത്തെ മറികടന്നുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു സമീഅ ആണ്. മറ്റൊരു അള്ളാഹിന്റെ പേരാണ് സമീഅ. എന്താ സമീഅ എന്ന് പറഞ്ഞാൽ? എല്ലാം കേൾക്കുന്നവൻ. എത്ര സ്വകാര്യമായി പറഞ്ഞാലും അല്ലേ, നിങ്ങൾ 2 ആളുകൾ സ്വകാര്യം പറഞ്ഞാൽ മൂന്നാമതായി റബ്ബുണ്ടാവും. സൂറത്ത് മുജാദലയിലായത് നിങ്ങൾ 3 ആള് രഹസ്യ സംഭാഷണം നടത്തിയാൽ 4ാമതായി അള്ളാഹു ഉണ്ടാവും. എത്ര സ്വകാര്യമായി നിങ്ങൾ പറയുന്ന വാക്കും അള്ളാഹു കേൾക്കും. മറ്റൊന്ന് അള്ളാഹു ബസ്വീറാണ്. അള്ളാഹു ബസ്വീറാണ്. എല്ലാം അള്ളാഹു കാണും. എല്ലാം എത്ര ഇരുട്ട മുറിയിലാണെങ്കിലും അല്ലേ, ജനവാതിലുകൾ അടച്ച് വാതിലിന്റെ ബോൾട്ട് ഇട്ടിടുന്ന് ഉറപ്പുവരുത്തി, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ബെഡ്റൂമിനകത്ത് തെറ്റു ചെയ്താലും അള്ളാഹു കാണും. അള്ളാഹിന്റെ കാഴ്ചയെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. മറ്റൊന്ന് അള്ളാഹു ഖരീബാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, അള്ളാഹു വളരെ അടുത്തുണ്ട്. റബ്ബിന്റെ ഇൽമു കൊണ്ട് വളരെ അടുത്താണ് നമ്മോട് അള്ളാഹു ഉള്ളത്. വേറൊന്ന് അള്ളാഹു അലീമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഗൈബും അറിയും, ഷഹാദത്തും അറിയും, സിറും അറിയും, ജഹറും അറിയും, ബാത്തിനും അറിയും, ലാഹിറും അറിയും. ഉള്ളിലുള്ളതും അറിയും, പുറത്തതും അറിയും, രഹസ്യമായതും അറിയും, പരസ്യമായതും അറിയും, മറഞ്ഞിരിക്കുന്നതും അറിയും, തെളിഞ്ഞിരിക്കുന്നതും അള്ളാഹു അറിയും. റബ്ബിന്റെ അറിവിലില്ലാത്ത ഒന്നുമില്ല. മറ്റൊന്ന് ഹഫീളാണ്. ഹഫീൽ അലീമിന്റെ വേറൊരു രൂപമാണ്. അത് ഓരോ സൃഷ്ടിയുടെയും മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. വേറൊന്ന് ലത്വീഫാണ്, സൂക്ഷ്മമായി അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ. മറ്റൊന്ന് മുഹയ്യിത്താണ്, എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി അറിയുന്നവൻ. വേറൊന്ന് ഖബീറാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ അറിയുന്നവൻ. നമുക്ക് 10 വിശേഷണങ്ങൾ, 10 നാമങ്ങൾ. ആ 10 നാമങ്ങളിലും നമ്മുടെ അറിവും, നമ്മുടെ പ്രവർത്തനങ്ങളും, നമ്മുടെ സ്വകാര്യതകളും, നമ്മുടെ രഹസ്യങ്ങളും, നമ്മുടെ സംഭാഷണങ്ങളും, നമ്മുടെ വാക്കുകളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല.
അള്ളാഹുവിൻ്റെ അറിവിലില്ലാതെ ഒന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, വാട്സപ്പിലെ ചാറ്റ് എത്ര ക്ലിയർ ചെയ്താലും, എത്ര ക്ലിയർ ചാറ്റ് അടിച്ചാലും അത് രക്ഷിതാക്കളുടെയോ വീട്ടുകാരുടെയൊക്കെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. പടച്ചോന്റെ അറിവിലതുണ്ട്, അള്ളാഹിന്റെ അറിവിലതുണ്ട്. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും അള്ളാഹിന്റെ അറിവിനകത്താണ് നമ്മളുള്ളത്, അള്ളാഹുവിന്റെ അറിവിനകത്താണ് നമ്മളുള്ളത്. ഒരു 5 ഇഞ്ച് ഫോൺ സ്ക്രീനകത്ത് എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അള്ളാഹിന്റെ ശ്രദ്ധയിലുണ്ട്, റബ്ബിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചാലും പ്രൈവറ്റ് ചാറ്റ് റൂമിനകത്ത് എന്തു പറഞ്ഞാലും റബ്ബിന്റെ അറിവിലുണ്ട്. വാപ്പറിയുണ്ടാവൂല, അധ്യാപകരറിയുണ്ടാവൂല, രക്ഷിതാക്കൾ അറിയുണ്ടാവൂല, റബ്ബറിയുന്നു. അല്ലെ, പൊതുവിൽ പറയാറുണ്ട്, മനുഷ്യൻ ചെയ്തു വെച്ച ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ ഹിസ്റ്ററി എത്ര ഡിലീറ്റ് ചെയ്താലും അത് വീണ്ടെടുക്കാൻ കഴിയും. നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററിയോ ഒക്കെ എത്ര ഡിലീറ്റ് ചെയ്താലും അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പറയാറുള്ളത്. മനുഷ്യനിർമ്മിത സംവിധാനങ്ങൾക്ക് അതിലൂടെ ഡിലീറ്റ് ചെയ്ത ചാറ്റ് എല്ലാ സെർച്ച് ഹിസ്റ്ററിയും വീണ്ടെടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനെയും ഈ ലോകത്തെ മുഴുവൻ സംവിധാനങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബിന് ജീവിതത്തിന്റെ എത്ര ഉള്ളിന്റെ ഉള്ളിൽ ചെയ്യുന്നതാണെങ്കിലും സഹോദരങ്ങളെ റബ്ബിന്റെ അറിവിലും ശ്രദ്ധയിലും അത് വരും. അത് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് റബ്ബിലേക്കടുത്ത് നന്മയുടെ ആളുകളായി ജീവിക്കാൻ നമ്മൾ ഭയപ്പെടേണ്ടത്. സ്വകാര്യതയിൽ എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധം ഒരാൾക്ക് നഷ്ടപ്പെട്ടാലോ പിന്നെ അയാളുടെ ജീവിതം എടുക്കാണ്ടാവില്ല, അയാൾ എല്ലാ വൃത്തികേടുകളിലായിരിക്കും. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? അസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശഹാദ. ഈ പ്രാർത്ഥനയെങ്കിലും നമ്മൾ ശീലാക്കണം. പടച്ചോനെ, രഹസ്യമായും പരസ്യമായും നിന്നെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അള്ളാഹിനെ പേടിയില്ലാതായാലോ, റബ്ബ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും മനസ്സിനൊരു ഇളക്കമില്ലെങ്കിലോ, അള്ളാഹു കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിലോ, അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ബോധം ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെങ്കിലോ, അയാളെ തഖ്വയിലേക്ക് എത്തിക്കാൻ അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിലോ, അവൻ ലോകത്തെ ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചോനെ, നിന്നെ പേടിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് നീ എനിക്ക് തരേണമേ എന്ന് അള്ളാഹിനോട് നമ്മൾ ഭയപ്പെടണം. അല്ലാഹുവേ, നിന്നെ ഭയപ്പെടാത്ത ഒരു മനസ്സുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന്, പിന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ശ, നിന്നെ ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു അവനെ ഭയപ്പെട്ട് സത്യവിശ്വാസികളായി സൽക്കർമ്മികളായി സ്വർഗത്തിന്റെ അവകാശികളായി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഒരു സഹോദരന്റെ മകൻ സൗദിയിലാണ്. അദ്ദേഹം 14-15 വയസ്സായിട്ടുള്ളൂ. പെട്ടെന്ന് കുഴഞ്ഞു വീണു, ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാ പറയുന്നത്. ചികിത്സയിലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി ക്യാൻസർ രോഗം ഡയഗ്നോസ് ചെയ്തു, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾക്ക് അള്ളാഹു അതെല്ലാം നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.